സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിനെ നിയമിച്ചതിൽ മുസ്ലിം ലീഗിലും അതൃപ്തി. മന്ത്രിമാരും പാർട്ടിയും തമ്മിൽ കൂടിയാലോചനയില്ല എന്ന വിമർശനങ്ങൾക്കിടയിലാണ് കെ.എം. ഷാജിയുടെ ഇടപെടലിൽ സംഘപരിവാർ ആഭിമുഖ്യമുള്ളയാളെ നിർണായക സ്ഥാനത്ത് നിയമിച്ചെന്ന ആരോപണം ഉയരുന്നത്. ലീഗ് മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിൽ തുടർച്ചയായി വിവാദമുണ്ടാകുന്നതും പാർട്ടിക്കകത്ത് അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഷബീർ ഒമർ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം. സുപ്രഭാതം ഷബീർ ഒമർ. ലീഗിന് ഇതെന്ത് പറ്റി, ലീഗിലെ മന്ത്രിമാർക്ക് ഇതെന്ത് പറ്റിയെന്ന് പൊതുസമൂഹവും ഒന്ന് അന്തം വിട്ട് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നിയമനങ്ങൾ കാണുമ്പോൾ, അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് തത്വമെന്ന് പറയുമ്പോഴും അത് എത്രത്തോളം ലീഗിനുള്ളിൽ സ്വീകാര്യമാകുന്നുണ്ട്? സുപ്രഭാതം സുജയ പാർവതി. ഈ പറഞ്ഞതുപോലെ ഈ സർക്കാർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം വിവാദമുയർന്ന വിഷയങ്ങളിൽ കൂടുതലും മുസ്ലിം ലീഗ് മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിലാണ്. ആദ്യമേ തന്നെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ വിശദീകരണം തെറ്റായിപ്പോയി എന്ന വിമർശനം പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് കെ.എം. ഷാജി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള വീടുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ എംബ്ലം പതിക്കുന്നതിൽ തെറ്റില്ല എന്ന പരാമർശം നടത്തുകയും അതിൽ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതായത് അദ്ദേഹം വിശദീകരിക്കുമ്പോഴും ആ എംബ്ലം പതിക്കുന്നതിൽ തെറ്റില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം അതിലൊരു തിരുത്തൽ വരുത്താൻ തയ്യാറായത്. അതിനുശേഷമാണ് കെ.എം. ഷാജിയുടെ തന്നെ ഇടപെടലിൽ സംഘപരിവാർ ആഭിമുഖ്യമുള്ളയാളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു എന്ന KPCC ജനറൽ സെക്രട്ടറി തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൽ കെ.എം. ഷാജിക്കെതിരെ വ്യക്തിപരമായി തന്നെയുള്ള ആക്രമണമായിരുന്നു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ നിലയ്ക്ക് കെ.എം. ഷാജി, എൻ ഷംസുദ്ദീൻ അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരാരും പാർട്ടിയുമായി കൂടിയാലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു, പ്രസ്താവനകൾ നടത്തുന്നു. ഇത് പാർട്ടിയെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലാക്കുന്നു എന്ന വിമർശനമാണ് നേതൃതലത്തിൽ വരുന്നത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, നേരത്തെ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങൾ ഇത്തവണ പാർട്ടി തലത്തിലാക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു. PM.S. സലാമും പാണക്കാട് റഷീദ് അലി തങ്ങളും നേതൃത്വം നൽകുന്ന ഒരു സമിതിയായിരുന്നു ഈ പേഴ്സണൽ സ്റ്റാഫുകളെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പാർട്ടി പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിച്ചു വരുമ്പോഴേക്കും മന്ത്രിമാർ സ്വന്തം നിലയ്ക്ക് അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഏതാണ്ട് ബഹുഭൂരിഭാഗവും നിയമനം നടത്തി ആ വിമർശനം കൂടി ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് പാർട്ടിക്കകത്ത് ഇത് വലിയ തരത്തിലുള്ള ചർച്ചയാകുന്നത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന വകുപ്പുകളിൽ വലിയ വിവാദം ഉണ്ടാകുന്നു. പാർട്ടിയുമായി കൂടിയാലോചന നടത്താതെ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകുന്നു. പ്രസ്താവനകൾ മാത്രമല്ല, നടപടികൾ കൂടി ഉണ്ടാകുന്നു. എൻ ശേഷാദ്രിനാഥിന്റെ നിയമനം സ്വാഭാവികമായും മുസ്ലിം ലീഗ് വലിയ തരത്തിൽ വിശദീകരിക്കേണ്ടി വരും. കാരണം KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ നിയമനം ഉറപ്പായതിനു ശേഷവും PM നിയാസ് ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. അപ്പോൾ മുസ്ലിം ലീഗ് ഇതിൽ എന്താണ് പറയുക, എന്താണ് വിശദീകരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുസ്ലിം ലീഗിന് ഇതിൽ മറ്റൊരു നിലപാടെടുത്താൽ, അതായത് ശേഷാദ്രിനാഥൻ സംഘപരിവാർ ആഭിമുഖ്യമുള്ള ആളാണെന്നുള്ള നിലപാടെടുത്താൽ അത് മറ്റൊരു തരത്തിലുള്ള ചർച്ചയിലേക്ക് കൂടി പോകും. കാരണം നേരത്തെ കെ.എം. ഷാജി തന്നെ വിശദീകരിച്ചത് വിശ്വാസികളെ എല്ലാം RSSകാരാക്കരുത്, സംഘപരിവാറുകാരാക്കരുത് എന്നാണ് കെ.എം. ഷാജി തന്നെ വിശദീകരിച്ചത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് കൂടി നിർണായകമാകും സുജയ.